ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും ഈ ഡോറിൻ്റെ ഒരു ഹിസ്റ്ററി ചിലപ്പോൾ തുടങ്ങുന്നത്. ഈ ഡോറുകളുടെ പ്രധാന പർപ്പസ് നമുക്ക് സെക്യൂരിറ്റി നൽകുക എന്നുള്ളതാണെങ്കിൽ കൂടി അവയുടെ സൗന്ദര്യം, ഭംഗി എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഇക്കാലത്ത് പ്രധാന പങ്കുണ്ട്. ഈ ഡോറുകൾ ഇങ്ങനെ ഡെവലപ്പായി വന്നതിൻ്റെ ഒരു ചരിത്രം എങ്ങനെയായിരിക്കും അത്? ശരിക്കും ഡോറിൻ്റെ ഒരു ചരിത്രം തുടങ്ങുന്നത് ചിലപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ ടീച്ചർമാർ പറയുന്ന ഒരു കഥയുണ്ട് അല്ലേ, ഒരു കേവ്, അതിന് ഒരു കല്ലിൻ്റെ ഒരു ഡോറ്. ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും ഈ ഡോറിൻ്റെ ഒരു ഹിസ്റ്ററി ചിലപ്പോൾ തുടങ്ങുന്നത്. അത് ശരിക്കും എഴുതപ്പെടാത്തൊരു ചരിത്രമാണ്. പക്ഷേ 4000 വർഷങ്ങൾക്ക് മുന്നേ ഈജിപ്തിൽ നമ്മളെ പിരമിഡ്, എല്ലാവർക്കും അറിയാം നമ്മളെ പിരമിഡ്. ആ പിരമിഡ് നമ്മൾ എക്സ്കവേഷൻ ചെയ്തപ്പോൾ അതിന് മനോഹരമായിട്ടുള്ളൊരു ഡോറുണ്ടായിരുന്നു. ആ ഒരു ചിത്രപ്പണിയൊക്കെ ചെയ്തിട്ടുള്ളൊരു മനോഹരമായിട്ട്. ഇപ്പോഴത്തെ ഒരു മോഡേൺ ഡോറുമായിട്ട് സാമ്യമുള്ളത് ശരിക്കും ആ ഒരു ഡോറാണ്. എന്നിരുന്നാലും ഇപ്പം ഒരുപാട് മാറി, കാലം ഒരുപാട് മാറി. പല രീതിയിലുള്ള മെറ്റീരിയലുകളിലൊക്കെ ഡോറുകൾ അവൈലബിൾ ആയി തുടങ്ങി. ഇന്ന് എന്ത് മെറ്റീരിയലും ഡോറാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നമ്മളെ മാർക്കറ്റിലുള്ളത് കൂടുതലായിട്ട് ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്ന മരങ്ങൾ, പിന്നെ FRP പുതിയതായി വന്നിട്ടുണ്ട്, WPC വന്നിട്ടുണ്ട്, അലൂമിനിയം വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി മെറ്റീരിയൽ മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. പക്ഷെ മുഖ്യമായിട്ടുള്ളത് സ്റ്റീൽ ഡോറാണ്.